എയർപോർട്ടിൽ നിന്നും തൻ്റെ വില്ലയിലേക്കുള്ള യാത്രയിലായിരുന്നു ചന്ദ്രശേഖർ. പിക്ക് ചെയ്യാനെത്തിയ ഡോക്ടർ ലതയാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണുന്നതിൻ്റെ സന്തോഷ പ്രകടനങ്ങളോ വിശേഷം തിരക്കലുകളോ ഒന്നും തന്നെ ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നില്ല. നിന്റെ ദേഷ്യം ഇനിയും മാറിയില്ലേ? പതിയെ അയാളൊന്ന് തിരക്കിയതും ദേഷ്യത്തോടെ ഒരു നോട്ടം മാത്രമായിരുന്നു അവരുടെ മറുപടി. മതിയേക്കാനായില്ലേ ഇതൊന്നും? ഒരിക്കൽ ജീവൻ രക്ഷിച്ചു എന്നുള്ള കടപ്പാടിൻ്റെ പേരും പറഞ്ഞ് നിങ്ങളെ ചെയ്ത് കൂട്ടുന്നതിനെ ഒരിക്കലും അംഗീകരിച്ചു തരാൻ ആവില്ല എനിക്ക്. ലതേ, ഞാൻ വർഷങ്ങളായി ഇങ്ങനെ പ്രൊഫഷൻ്റെ എത്തിക്സ് പോലും മറന്നുകൊണ്ട് എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു. എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിലൊക്കെ ഏൽപ്പിച്ചതാണ് ജനനിയെ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്? ആരും അറിയാതെ ഏതോ ഒരാൾക്ക് വേണ്ടി ആ കുഞ്ഞു ശരീരം ഒരു പരീക്ഷണ വസ്തുവാക്കാൻ വിട്ടുകൊടുത്തു. എല്ലാം മഹി അറിയുന്ന നിമിഷം എൻ്റെ മരണവും പ്രതീക്ഷ തന്നെയാണ് ഇനിയുള്ള അത്രയും ജീവിതം. അതും പോരാതെ എൻ്റെ ബദ്രിയെ നിങ്ങൾ സ്വന്തം മകനായിരുന്നില്ല അവൻ, എന്നിട്ടും അവനെയും നിങ്ങൾ. അതുകൊണ്ട് എന്ത് നഷ്ടമുണ്ടായി എന്നാണ് നീ പറയുന്നത്? എല്ലാം നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാധാരണ ഒരു മനുഷ്യനല്ല ബദ്രിന്ന്. അവൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നിനക്ക് മനസ്സിലാക്കാൻ? ചന്ദ്രശേഖർ അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചതും അയാളോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നതുപോലെ ലതയും മുഖം തിരിച്ചുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് തുടർന്നു. അത്രയും ആഴത്തിൽ രക്തം വീഴ്ത്തിക്കൊണ്ട് ക്രിസ്റ്റി ഉണ്ടാക്കിയ മുറിവ് അതിൻ്റെ ഒരു പാട് പോലും അവശേഷിക്കാതെ മാഞ്ഞു പോയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനിയൊന്നും താങ്ങാൻ വയ്യെന്ന പോലെ ആമയും മാരിനും ദീർഘമായെന്ന് നിശ്വസിച്ചു പോയി. ബാക്കിയുള്ളവർ അപ്പോഴും അതേ നിൽപ്പ് തന്നെയാണ്. കാണുന്ന കാഴ്ചയുടെ പൊരുൾ എന്തെന്നറിയാതെ. ഇതെന്താ ക്രിസ്റ്റി ഇങ്ങനെ? അറിയാതെ ചോദിച്ചു പോയിരുന്നു ജഗത്. ഇങ്ങനൊരു പവർ കുഞ്ഞിക്കുണ്ടായിരുന്നുവെങ്കിൽ അന്ന് രാത്രി അത്രയും മുറിവുകൾ ഉണ്ടായിരുന്നു ക്രിസ്റ്റി. ഞാനടക്കം എത്ര പേരുണ്ട് അതിന് സാക്ഷിയായി. പപ്പയുടെയും ഫോഴ്സിൻ്റെയും കയ്യിൽ കുഞ്ഞ് കിട്ടുന്നത് വരെ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു അവൾ. അത്രയും ബ്ലഡ് ലോസും മുറിവുകളും അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. മുന്നിൽ നടക്കുന്ന കാഴ്ചയൊട്ടും അംഗീകരിച്ചു കൊടുക്കാനാവാതെ ജഗത്ത് അത് പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കിയുള്ളവരിലും അതേ ചോദ്യങ്ങളും സംശയങ്ങളും തന്നെയാണ്. ക്രിസ്റ്റി പതിയെന്ന് പുഞ്ചിരിച്ചു. ഇതിനുള്ള ഉത്തരം അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല ജഗത്. ജനനയുടെ പവേഴ്സ് വിസിബിളായി തുടങ്ങിയത് ഈ ഒരു ടൈം പീരീഡ്സിലാണ്. എക്സാക്ട് പറയുകയാണെങ്കിൽ ദേഷ്യം എന്ന വികാരം ഉയർന്ന തോതിൽ അവൾ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ മുതൽ. എന്ന് വെച്ചാൽ അപ്പോൾ മുൻപ് ഈ പവേഴ്സ് ഒന്നും അവൾക്കുണ്ടായിരുന്നില്ല എന്നാണോ? ഈ തവണ ചോദ്യം വന്നത് സിദ്ധുവിൽ നിന്നുമാണ്. ഒരിക്കലുമല്ല. പറഞ്ഞില്ലേ വിസിബിളായി തുടങ്ങിയത് ഇപ്പോൾ ആണെന്ന് മാത്രം. ജനനിയുടെയും മാറിൻ്റെയും ശരീരത്തിൽ അവരുടെ ജനനം മുതൽ തന്നെ ഇതെല്ലാമുണ്ട്. ജനനിയുടെ ശരീരത്തിൽ 4 വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത്രയും വേഗത അതിനുണ്ടായിരുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് മുറിവുകൾ ഉണ്ടായിട്ടും അത്ര എളുപ്പം അവ മാഞ്ഞു പോകാതെ ഇരുന്നത്. മനസ്സിലായില്ല? കാശി പറഞ്ഞതും ക്രിസ്റ്റിയുടെ നോട്ടം അവളിലേക്കായി. പറയാം, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അയാൾക്ക് ഉറപ്പായിരുന്നു എത്ര തന്നെ മുറിവുകൾ ഉണ്ടായാലും ജനനിയുടെ ജീവന് ഒരിക്കലും ആപത്ത് സംഭവിക്കില്ലെന്ന്. കുറച്ച് സമയം എടുത്താലും, അതായത് ഇപ്പോൾ സെക്കൻഡ് കൊണ്ട് നടന്നത് ചിലപ്പോൾ അന്ന് മണിക്കൂറുകൾ എടുത്ത് കാണും മാഞ്ഞു പോകാനെന്ന്. ഇനിയും ക്ലിയറായിട്ട് പറഞ്ഞാൽ പവേഴ്സ് വിസിബിൾ ആവുന്നതിൻ്റെ വേഗത കൂടിയത് ഇപ്പോൾ ആണ്. അതാണ് അന്ന് ജനനിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ അത്രയും ടൈം അവൾ തന്നെ ഉണ്ടായിരുന്നത്. അതിനെയാണ് ജഗത്ത് ഉൾപ്പെടെ ബാക്കിയുള്ളവർ കണ്ടതും. ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും എല്ലാവരും ഒരുപോലെ ദീർഘമായിന്ന് നിശ്വസിച്ചു പോയി. ആൻഡ് വൺ മോർ തിങ്, ഐ ആം ഡാം ഷുവർ എബൌട്ട് ദാറ്റ്. അന്ന് ജനനിക്ക് യാതൊരു വിധത്തിലുമുള്ള മെഡിസിൻസും ചന്ദ്രശേഖരും അയാളുടെ വൈഫും എടുത്തിട്ടുണ്ടാവില്ല. മുറിവുകളെല്ലാം താനേ മാഞ്ഞു പോയത് തന്നെയാണ്. അല്ലാതെ ഒരു മെഡിസിൻസും അതിനാവശ്യമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ മഹിയെങ്കിലെങ്കിലും ഇതൊക്കെ കണ്ടു കാണില്ലേ? ഇത്രയും പെട്ടെന്ന് മുറിവൊക്കെ പാടുപോലും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയെന്നൊക്കെ കാണുമ്പോൾ തീർച്ചയായും അങ്കിൾ അറിയില്ലേ? സംശയം തോന്നില്ലേ? അബിയാണ് ഇതിനെക്കുറിച്ച് എൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഇന്ന് മോർണിംഗ് തന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചതാണ്. അബി ഹോസ്പിറ്റലിൽ എത്തിച്ച് ഒരു 1 മന്തോളം ജനനിയെ അദ്ദേഹം വൈഫും കണ്ടിട്ടില്ല. NICയിൽ തന്നെയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അമ്മയ്ക്ക് ബോധം വരുമ്പോൾ അവൾക്ക് മനസ്സിലാവില്ലേ അവൾക്കൊരു പ്രോബ്ലവും ഇല്ലെന്ന്? ഇത്രയും ചെയ്ത് കൂട്ടിയ അയാൾ ഇതിനുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കാതിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? മേ ബി എന്തെങ്കിലും ഡ്രഗ്സ് ഇഞ്ചെക്റ്റ് ചെയ്ത് കാണും. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നത് പോലെ ഒരു ഡ്രഗ്സ് ഓൾറെഡി ജനനിയുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ എന്തെങ്കിലും, ഒരു മാസത്തോളം മയക്കിക്കിടത്താൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും. പക്ഷേ എന്തായാലും ഒരു നോർമൽ ഹ്യൂമൻ ബോഡിയിൽ റിസൾട്ട് ഉണ്ടാവുന്നതായിരിക്കില്ല എന്ന് മാത്രം. ജനനിക്ക് വേണ്ടി മാത്രം അയാൾ ഉണ്ടാക്കിയെടുത്ത എന്തെങ്കിലും. അല്ലാതെ നോർമൽ മെഡിസിൻസ് ഒന്നും ജനനിക്കോ ആരിനോ യൂസ് ആവില്ല.
ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവർ എല്ലാം തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പോൾ ആമിയും ആരനും മാത്രം ലോട്ടറി അടിച്ചതുപോലെ കണ്ണും വീശിയിരിപ്പാണ്. ഇത്രയും പവേഴ്സ് ഉള്ളവരാണോ തങ്ങളെന്നൊരു അത്ഭുതവും സന്തോഷവുമാണ്. പൊള്ളുന്നതും കത്തുന്നതുമൊക്കെ വിട്ട് ഇപ്പോഴല്ലേ ഗുണമുള്ളതൊക്കെ കേൾക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷം. ഇനിയും ഇതുപോലെ എന്തെങ്കിലും ആമിയുടെ ചിരിയോടെ അറിയാനുള്ള ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ ജഗത്തും സിധുവും അവളെ കൂർപ്പിച്ചു നോക്കി. മൂവരുടെയും ഭാവങ്ങൾ കാണേ ക്രിസ്റ്റി ഉറക്കെ ചിരിച്ചു പോയിരുന്നു. ഇതിൽ കൂടുതൽ ഇനി എന്താണ് മോൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പം തന്നെയുള്ളതെല്ലാം അധികമാണ്. പക്ഷേ ഉറപ്പായും നിന്റെ കണ്ണുകൾക്ക് എന്തൊക്കെയോ മാജിക് ഞാൻ കാണുന്നുണ്ട്. ക്രിസ്റ്റി പതിയെ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും അതെന്താ എന്ന പോലെ പെണ്ണെന്ന് നോക്കി. കണ്ണുനീര് വീണ് പൊള്ളുന്നതല്ലേ? നോ, അതൊരു മാജിക്കല്ലല്ലോ, ദേഷ്യം കൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ്. യൂഷ്വലി അതിനെ പവറൊന്ന് വിളിക്കാനാവില്ല. പിന്നെ ക്രിസ്റ്റി എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയും എന്ത് പവറാണെന്നാണ് ജഗത്തൊരു സംശയത്തോടെ ചോദിച്ചതും ക്രിസ്റ്റിയുടെ നോട്ടം ആമിയിൽ മാത്രമായി തങ്ങി നിന്നു. ഐ തിങ്ക് യു ക്യാൻ കൺട്രോൾ എനിത്തിങ് വിത്ത് യുവർ ഐസ്. ആമിയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് തന്നെ ക്രിസ്റ്റി അത് പറഞ്ഞു നിർത്തുമ്പോൾ ബാക്കിയുള്ളവരുടെ നോട്ടവും അവളിൽ മാത്രമായി തങ്ങി നിന്നു. അത്ഭുതവും ആകാംക്ഷയും തന്നെയായിരുന്നു അവരിലും. എന്നുവെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്തും എനിക്ക് ചെയ്യാൻ കഴിയുമോ? ആമി ഒരു അത്ഭുതത്തോടെ ചോദിച്ചതും ക്രിസ്റ്റി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവളെ കണ്ണു മിഴിച്ചു നോക്കി. ഇന്നലെ വരെ ഈ സൂപ്പർ പവേഴ്സ് ഒന്നും വേണ്ട, എനിക്ക് സാധാരണ പെൺകുട്ടിയായാലും മതിയെന്ന് പറഞ്ഞ തൻ്റെ ആമിയെ സിധു ഒരു നിമിഷം ഓർത്തു. ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ തന്നെ അവളുടെ കണ്ണുകളിലെ തിളക്കത്തിലേക്കും ഉറ്റുനോക്കിയവൻ. പെണ്ണിപ്പോൾ ഏതോ ഫാൻറ്റസി വേൾഡിലാണ് ഉള്ളതെന്ന് തോന്നിപ്പോയി സിധുവിന്. ഐ തിങ്ക് സോ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിപ്നോട്ടിസം തന്നെ. പക്ഷേ ഇവിടെ ജീവനില്ലാത്ത വസ്തുക്കളെയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള വ്യത്യാസം മാത്രം. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആരിന് ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചതും ക്രിസ്റ്റി ഇരുവർക്കും തലയാട്ടി അതിന് അനുവാദം നൽകി. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു നോക്കാൻ ആകെയുള്ള ധൈര്യം ക്രിസ്റ്റിയാണെന്ന് പറയാം. അല്ലാതെ സ്വയം അതിനുള്ള ധൈര്യമൊന്നും രണ്ടിനുമില്ല. അതറിയുന്നത് കൊണ്ട് തന്നെ സിദ്ധുവും ജഗത്തും ഒരു ചിരിയോടെ പരസ്പരം ഒന്ന് നോക്കി. പരീക്ഷിച്ച് നോക്കുന്നതെല്ലാം കൊള്ളാം, പക്ഷേ ഇത് ഒരു ശീലമാക്കരുത്. ക്രിസ്റ്റി കള്ള ഗൗരവത്തിൽ തന്നെ പറഞ്ഞതും രണ്ടും ഒരു ചിരിയോടെ തലയാട്ടി സമ്മതം അറിയിച്ചു. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ക്രിസ്റ്റി? ഇവർ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ ഇവരുടെ ശരീരത്തിനെ അത് ദോഷമായി ബാധിക്കുമോ? ഉള്ളിലെ ആദ്യം മറിച്ച് വെക്കാതെ തന്നെ ജഗത്ത് ചോദിച്ചു പോയിരുന്നു. ഇതൊക്കെ കാണുന്നതിലും കേൾക്കുന്നതിലും എല്ലാം കൗതുകത്തിലും ഏറെ ഭയം തന്നെയാണ്. ഒരു പടി അവനിൽ മുന്നിട്ട് നിന്നത് തൻ്റെ സഹോദരങ്ങളാണ് രണ്ടും. അവർക്ക് ആപത്ത് വരുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും ജഗത്തിന് ആകുമായിരുന്നില്ല. പേടിക്കാനുണ്ട് ജഗത്, പക്ഷേ അതൊരിക്കലും ഇവരുടെ ശരീരത്തിന് ഈ പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്നുകൊണ്ടല്ല. മറിച്ച് ഇവർക്ക് ഇങ്ങനെയൊരു പവർ ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തോർത്തുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന യഥാർത്ഥ വില്ലൻ മാത്രമാവില്ല, പല ദുഷ്ടശക്തികളും ഇവരെ ലക്ഷ്യം വെച്ച് വരും. അതൊരിക്കലും നല്ലതിനാവില്ല. ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും അത് ശരിയാണെന്ന് ബാക്കിയുള്ളവർക്കും തോന്നി. നേരത്തെ കണ്ട ആവേശമെല്ലാം ക്രിസ്റ്റിയുടെ ഒറ്റ ഡയലോഗിൽ രണ്ടെണ്ണത്തിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. എന്നാ പിന്നെ ഇനി വേണോ ബേബി ഡോൾ? ആമി നോക്കി നിളിച്ച് കാണിച്ചുകൊണ്ട് ആരും ചോദിച്ചതും ആമിയും വേണോ വേണ്ടയോ എന്നതുപോലെ ഒന്ന് ചിരിച്ചു. ഇത്രയുള്ളൂ രണ്ട് സൂപ്പർ ഹീറോസും. കാശി ഒരു ചിരിയോടെ പറഞ്ഞതും ബാക്കിയുള്ളവരും ചിരിച്ചു പോയി. ഇനി നമ്മുടെ പ്ലാൻ എന്താണ് സിധു? ശേഖർ അയാളിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാകും. ജഗത്ത് സിദ്ധുവിനോടായി ചോദിച്ചതും ബാക്കിയുള്ള എല്ലാവരുടെയും നോട്ടം അവനിലേക്ക് തന്നെയായി. ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് നമുക്ക് കിട്ടണം ജഗത്. രണ്ടുപേരും തന്നെ പറയണം എന്താ ഇതിനൊക്കിടയിൽ സംഭവിച്ചതെന്ന്. ആമിയുടെ കാര്യത്തിൽ ഏറെക്കുറെ ഉത്തരങ്ങളുണ്ട് നമുക്ക്. പക്ഷെ ആര്യൻ്റെ കാര്യത്തിൽ എങ്ങനെ ഇത് സംഭവിച്ചു എന്നതിന് ഒരു ഊഹവുമില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം രണ്ടിനെയും നമ്മുടെ കയ്യിൽ കിട്ടണം. പക്ഷേ അതത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നുണ്ടോ? വൈശാഖ് അയാളെ അറിയിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾക്ക് സംശയമുള്ള കാര്യം? ക്രിസ്റ്റി എന്തോ ഓർത്തതുപോലെ ചോദിച്ചു. അയാൾ വരും ക്രിസ്റ്റി, ഉറപ്പായും വരും. കാരണം ആവശ്യക്കാരൻ അവരാണല്ലോ. പിന്നെ നമുക്ക് സംശയമുണ്ടെന്ന് മാത്രമേ വൈശാഖിന് അറിയൂ. അതിനുശേഷം ഉള്ളതൊന്നും നമ്മൾ ഇത്രയും പേർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. സോ ഒരു നാടകവും കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ പ്രതീക്ഷിക്കാം. സിധു ഒരു ചിരിയോടെ പറഞ്ഞതും ബാക്കിയുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി. അതിനു മുൻപ് പൂട്ടിയിട്ടേക്കുന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. ഇപ്പോൾ കുറച്ചായാലേ ആദ്യമെങ്കിലും വാ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബാക്കിയുള്ളവർക്ക് ഇനിയും ഒന്നും അറിയാനുള്ള ചാൻസ് ഇല്ല. അഭി പറഞ്ഞ് നിർത്തിയതും സിദ്ധുവും ജഗത്തും അതിന് സമ്മതം പറഞ്ഞു. എന്നാൽ പിന്നെ ആരിൻ്റെ ഇഞ്ചക്ഷൻ നമുക്ക് എടുത്തു തുടങ്ങാം അല്ലേ? എന്തിന്? ക്രിസ്റ്റി പറഞ്ഞതും കണ്ണും മേഴിച്ചുകൊണ്ട് ചോദിച്ചു പോയി ആര്യൻ. ബാക്കിയുള്ളവരെല്ലാവരും അവനെയും മേഴിച്ചു നോക്കി നിൽക്കുന്നുണ്ട്.
നിന്റെ ശരീരത്തിലെ അബ്നോർമാലിറ്റി നീ ഇത്ര വേഗം മറന്നുപോയോ? ക്രിസ്റ്റി ചോദിച്ചതും ചെക്കൻ അപ്പോഴാണ് അത് ഓർക്കുന്നത് പോലും. ഇതിനൊക്കെ ഈ പവർ കൊടുക്കുന്ന നേരം ബുദ്ധിയും ഓർമ്മയും വെക്കാനുള്ളതായിരുന്നു കൊടുക്കേണ്ടത്. ജഗത്ത് ആമിയും മാരനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തിയതും അടുത്ത് നിന്ന അബിയിൽ നിന്നും ഒരടി ജഗത്തിൻ്റെ കൈക്ക് തന്നെ കിട്ടിയിരുന്നു. ഹൗജ്, എന്താടാ നിനക്ക്? എന്തിനെന്നെ തല്ലിയേ? അടി കിട്ടിയിടം ഒഴിഞ്ഞുകൊണ്ട് ജഗത്ത് ചോദിച്ചതും എന്താ ഇപ്പോൾ ഉണ്ടായതെന്നറിയാതെ സ്വന്തം കയ്യിലേക്ക് നോക്കി വീഴ്ചിരിക്കുകയാണ് അബി. ഞാനല്ലടാ. നീയല്ലേ? ഞാൻ കണ്ടതാണല്ലോ. പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ എന്തോ കത്തിയതുപോലെ ജഗത്തിൻ്റെ നോട്ടം നേരെ നീണ്ടത് അവൻ്റെ കുഞ്ഞിയിലേക്കാണ്. ആരിന് പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ല. അതൊക്കെ അവൻ്റെ കുഞ്ഞിയുടെ തലയിലെ ഉദിക്കുന്ന ഉറപ്പാണ്. സിദ്ധുവും കാശിയും ക്രിസ്റ്റിയും ഉൾപ്പെടെ ആദ്യത്തെ അത്ഭുതം വിട്ടുമാറി ചിരി കടിച്ചു പിടിച്ച് നിന്നതേയുള്ളൂ. എൻ്റെ ഏട്ടന് സൂപ്പർ ഹീറോസിൻ്റെ പവറും ബുദ്ധിയും ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു. കുറുമ്പ് നിറഞ്ഞൊരു ചിരിയുടെ ആമി പറഞ്ഞു നിർത്തിയതും ദയനീയമായി അവളെ ഒന്ന് നോക്കി ജഗത്. എന്തോരം എടുത്തുകൊണ്ട് നടന്നതാ കുഞ്ഞി നിന്നെ, എന്നിട്ടും ഒത്തില്ല ഏട്ടാ. ജഗത്തിൻ്റെ രോദനത്തിന് ആമിയുടെ മറുപടി കേട്ടതേ ബാക്കിയുള്ള എല്ലാവരും മുറുക്കെ ചിരിച്ചു പോയിരുന്നു. ഒത്തിരി ടെൻഷൻ നിറഞ്ഞ നിമിഷങ്ങൾക്കിടയിലും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്നതും കാശി എന്തോ ഓർത്തതുപോലെ പെട്ടെന്ന് പറഞ്ഞു. എന്താ മീര? ഇന്ന് രാവിലെ വല്യമ്മയെ ഒന്ന് വിളിച്ചിരുന്നു ഞാൻ, വെറുതെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് തിരക്കാൻ. എന്നിട്ട് കൂടെ ഞാൻ ആര്യേടനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. തീർത്തും ഒരു ക്യാഷ്വൽ ടോക്ക് തന്നെയായിരുന്നു. കാശി പറഞ്ഞു വന്നതും ക്രിസ്റ്റി ഉൾപ്പെടെ എല്ലാവരും തെല്ലൊരു കൗതുകത്തോടെ അവളെ ഉറ്റുനോക്കി. വല്യമ്മ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ലിങ്ക് ഉള്ളതുപോലെ. നീ എന്താ പറയുന്നത്? ജഗത്താണ്. അന്ന് വല്യമ്മയെ നോക്കി ഡോക്ടറെ പറഞ്ഞാൽ ആര്യേടന് ഒരു പക്ഷെ അറിയും. കാശി പറഞ്ഞതും മാറിനൊരു സംശയത്തോടെ അവളെ നോക്കി. ഡോക്ടർ സരസ്വതി മേനോൻ, ഹേട്ടൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ. ആൻറ്റി? കാശി പറഞ്ഞു നിർത്തിയതേ ഒരു ഞെട്ടലോടെ അറിയാതെ പറഞ്ഞു പോയിരുന്നു ആര്യൻ. ബാംഗ്ലൂരുള്ള അങ്കിളും ആൻറ്റിയുമാണോ കാശി പറയുന്നത്? ആദവ് മെഡിസിന് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ താമസിച്ചവർ, ഐ മീൻ ഏഞ്ചലിൻ്റെ നെയ്ബേഴ്സ്. സിദ്ധു തന്നെ സംശയം ഉറപ്പിക്കാൻ എന്നതുപോലെ ചോദിച്ചതും അതേന്ന് തലയാട്ടി കാണിച്ചു കാശി. അപ്പോഴും ഞെട്ടയിൽ നിന്നും പുറത്തു വരാത്ത അവസ്ഥയിലായിരുന്നു ആര്യൻ. വില്ലയിലെത്തിയതും ചന്ദ്രശേഖർ ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു. അപ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു ലതയും. ബദ്രി കഴിക്കാൻ വന്നില്ലേ? അയാളൊരു സംശയത്തോടെ ഭാര്യയെ നോക്കി ചോദിച്ചതും തിരികെ കിട്ടിയത് ദേഷ്യം നിറഞ്ഞൊരു നോട്ടമായിരുന്നു. 2 ദിവസം മുന്നെയാണ് ബദ്രി നാട്ടിലെത്തുന്നത്. അതുവരെ ചന്ദ്രശേഖറിനോടൊപ്പം UK തന്നെയായിരുന്നു ബദ്രിയും. വന്ന അന്ന് മുതൽ മുറി അടച്ച് അതിനുള്ളിൽ തന്നെ ഇരിപ്പാണ്. അമ്മയായ എന്നോടൊരു വാക്ക് പോലും സംസാരിക്കാനുള്ള നേരം അവനില്ല. സങ്കടവും ദേഷ്യം കൂടി കലർന്ന ഭാവത്തിൽ അവരത് പറയുമ്പോൾ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ ഇല്ലാതെ കഴുപ്പ് തുടർന്നു അയാൾ. വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയിരുന്നു ലതയ്ക്ക്. ഒരു സാധാരണ കുടുംബജീവിതം ആഗ്രഹിച്ച അവർക്ക് ചുറ്റും നടക്കുന്നതിനെ ഒന്നും അംഗീകരിക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് രണ്ടാളും എഴുന്നേറ്റു. കൈ കഴുകി ചന്ദ്രശേഖർ നേരെ ചെന്നത് മുകളിലെ ബദ്രിയുടെ മുറിയിലേക്കാണ്. ഡോറിലൊന്ന് നോക്ക് ചെയ്ത് ഡോർ തുറന്ന് അകത്തേക്ക് കയറി അയാൾ. ഒരു നിമിഷം അത്ഭുതത്തോടെ അയാളുടെ മെഴികൾ ഒന്ന് വിടർന്നു പോയി. ചുവരിൽ നിറയെ ചിത്രങ്ങളാണ്, അതും അവനായി വരച്ചു തീർത്തവ. ഒരു വസ്തുവിനെ ഒറ്റ നോട്ടം കണ്ട് അതിലെ അത്രയും ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി ക്യാൻവാസിലേക്ക് പകർത്തും അവൻ. പിന്നൊരിക്കൽ കൂടി അതിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടാവാറില്ല. അത്രയും കൃത്യമായിരിക്കുമെല്ലാം. അതും നിമിഷ നേരം കൊണ്ട് തന്നെ വരച്ച് തീർത്തിട്ടുണ്ടാകും. ഈ ഒരു കഴിവ് കൊണ്ട് തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട ഡ്രോയിങ് ടീച്ചർ കൂടിയാണ് ബദ്രി. നമുക്ക് മഹിയെ കാണാൻ പോകണ്ടേ ബദ്രി? പതിയെ ചോദിക്കുമ്പോൾ മറുപടി ഏതുമില്ലാതെ തൻ്റെ ജോലി തുടർന്നതേയുള്ളൂ ബദ്രി. ആളുകൾക്ക് മുന്നിൽ സാധാരണ പെരുമാറ്റമാണെങ്കിൽ അവനെ അറിയുന്ന അവൻ്റെ കഴിവുകൾ അറിയുന്നവർക്ക് മുന്നിൽ തീർത്തും വിചിത്രമാണ് ബദ്രി. ഐ വാണ്ട് ടു സീ ഹെർ. പതിയെങ്കിലും അത്രയും തീവ്രമായ വാക്കുകൾ. ഒരു നിമിഷം നാവ് വിലങ്ങിയതുപോലെ നിന്നു പോയിരുന്ന ചന്ദ്രശേഖർ. ജനനിയെ കാണണം എന്നാണ് അവൻ്റെ ആവശ്യം. അവൾക്കൊപ്പം എന്തായാലും സിദ്ധാർത്ഥമുണ്ടാകും. ബദ്രിക്ക് ദേഷ്യം വരാൻ മറ്റൊരു കാരണവും വേണ്ടി വരില്ല. ഓർത്തതെ വല്ലാത്തൊരു ഭയം അയാളുടെ ഉടലിനെ ഒന്നാകെ പിടിമുറുക്കി. ഡോണ്ട് ഗെറ്റ് സ്കേർഡ്. എനിക്കറിയാമെല്ലാം. വിവേകം മറന്നുകൊണ്ട് പ്രവർത്തിക്കില്ല ബദ്രി. അയാളുടെ മനസ്സ് വായിച്ചതുപോലെ മറുപടി നൽകിയവൻ. ഒരു നിമിഷം അത്ഭുതമൊന്നും തോന്നിയതേയില്ല ചന്ദ്രശേഖരന്. വംശി ആ കഴിവ് പഠിച്ചെടുത്തതാണെങ്കിൽ ബദ്രിക്ക് അതവൻ്റെ പവർ തന്നെയാണ്. മൈൻഡ് റീഡിങ് അറിയാം അവന്. ഒരു നിശ്വാസത്തോടെ അവൻ്റെ ആവശ്യം അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നതിനെക്കുറിച്ച് യാതൊരു ചിത്രവും അയാൾക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം പ്രവചനാതീതമാണ്.